കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭക്തിയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹ ഈശോയോട് ചേർന്ന് നമ്മുടെ കണ്ണീരിൻ്റെ കാലത്ത് യേശു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞ് ആരാധനയുടെ മുഴുവനും ശക്തി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോസ്തലന്മാര് അവനെ ആരാധിച്ചതുപോലെ ആരാധനയുടെ മുഴുവൻ ശക്തി കർത്താവിനെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ആരാധിക്കുമ്പോഴാണ് ആരാധന, പുതിയ നിയമത്തിലെ ആരാധന, ഉത്ഥാനം ചെയ്ത് മരണത്തെ ജയിച്ച് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതലാണ് പുതിയ നിയമത്തിലെ ആരാധനയ്ക്ക് അക്ഷരവും അർത്ഥവും ലഭിക്കുന്നത്. ഒന്ന് കർത്താവാണ്. കർത്താവ്, യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ മേലെ വിജയം നേടിയവനാണ് കർത്താവ്. ജീവൻ്റെ നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ് ലോഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതേസമയം തന്നെ കർത്താവ് ദൈവമാണ്. ത്രിത്വത്തിൻ്റെ രണ്ടാമാണ് പുത്രൻ തമ്പുരാൻ സർവ്വവിധ മഹത്വത്തോടുകൂടി സ്വർഗസ്ഥമായ അവസ്ഥകളിലേക്കാണ് ആരാധനയ്ക്ക് ആശ്രയമാകുന്നത്. ഞാനാണ് ആരാധിക്കുന്നതിൻ്റെ കാരണം കർത്താവ് എൻ്റെതാണെന്ന് തന്നെയാണ്. എൻ്റെ സ്വകാര്യമായ ആത്മബന്ധത്തിൻ്റെ എല്ലാം സ്നേഹം എല്ലാം എൻ്റെ ഒരു ആരാധനയുടെ ഒരു
അഡറേഷൻ ഒരു പേഴ്സണൽ ഡയമെൻഷനുണ്ട്. അല്ലാതെ ഒരു പ്രാതിഭാസികമായിട്ടുള്ള ദൈവത്തെ എനിക്ക് പ്രത്യേകിച്ച് സൃഷ്ടിയുമെന്നതിനേക്കാളുപരി എനിക്ക് വേണ്ടി എന്നെ വീണ്ടെടുത്തവൻ എന്ന രീതിയിൽ എനിക്കൊരു വ്യക്തിപരമായ ആത്മബന്ധമാണ് ഈശോയോടുള്ളത്. കാര്യം അവൻ എനിക്ക് വേണ്ടിയാണ് വെറുമയായി തീർന്നത്. അവൻ എനിക്ക് വേണ്ടി തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ എനിക്ക് വേണ്ടിയാണ് വീണ്ടും വരുന്നത്. അവരെല്ലാം ആ വ്യക്തിയാത്മാവിൻ്റെ സന്തോഷവും ആരാധനയുമൊക്കെ ആ ഒറ്റ വാക്കിൽ, തോമാശ്ലീഹയുടെ ആ ഒറ്റ വാക്കിലുണ്ട്. പുതിയ നിയമത്തിന് ആരാധന പഠിപ്പിച്ച ആളാണ് തോമസ് അപ്പോസ്തലൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആരാധന കൂടുന്നവർ അവിടെ നിന്ന് ശ്രദ്ധിപ്പാടുക. മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആത്മാർത്ഥമായ ഹൃദയത്തോടെ സ്നേഹത്തോടെ പാടുക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തു, കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാ മുട്ടും മടങ്ങും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയപ്പെട്ടവരെ, ഈ വെച്ച് താമസിപ്പിക്കണ പോലെ തന്നെ കർത്താവിൻ്റെ ഒരു പ്രകൃതമാണ് പരീക്ഷണം. പ്രകൃതമല്ല, പരീക്ഷണം ആണ്. അവഗണിക്കുന്നതായിട്ട് ഭാവിക്കുക. ഇത് നമ്മൾ നേരത്തെ ധ്യാനിച്ച വിഷയമാണ് ഒരു 2 ആഴ്ച മുമ്പ്. ഞാനിപ്പോൾ ഈ വെച്ച് താമസിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴേ, എന്തിനാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരണമെന്നറിയാവോ? യു മസ്റ്റ് ഹാവ്
അതായത് കർത്താവുമായി നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് പ്രത്യാശയില്ലാതെ നമുക്ക് വിശ്വാസം കൊണ്ട് മാത്രം പോരാണ്ട് വരും. പക്ഷേ എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാ? പരിശുദ്ധാത്മാവിനെ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവുമായിട്ട് ജീവിക്കാനുള്ള പ്രത്യാശ തരണമേ. ഒന്ന് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ, ആത്മാവേ, കർത്താവിൻ്റെ ആത്മാവേ, കർത്താവിന്റെ ആത്മാവേ, യേശുവുമായി ജീവിക്കാനുള്ള പ്രത്യാശ നൽകണമേ. യേശുവുമായി ജീവിക്കാനുള്ള പ്രത്യാശ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാവോ? ഈശോക്ക് ഇങ്ങനെ അവഗണിക്കണ പോലെയുള്ള ഇങ്ങനെ ഭാവിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു ദൈവം നമ്മളെ അവഗണിച്ചു, ഒഴിവാക്കി, എൻ്റെ പാപം കൊണ്ടാണ്, പൂർവികരുടെ ദോഷം കൊണ്ടാണൊക്കെ ചിന്തിച്ച് നമ്മളുടനെ പ്രാർത്ഥനയിൽ ഡൗൺ ആകും. അങ്ങനെ ചെയ്യരുത്, മണ്ടത്തരം അത്. കർത്താവ് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ വായിച്ച സുവിശേഷമില്ലേ, മർക്കോസിൻ്റെ 6-ാം അധ്യായം, അവിടെ എന്താ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാ. ഇത് ആവർത്തിക്കുന്ന കണക്കാക്കരുത്. നമ്മളൊന്ന് ഈ ഒരു വിഷയവുമായിട്ടൊന്ന് കൂട്ടുവെച്ച് നോക്കുകയാണ്, ധ്യാനിച്ച്. അതായത് അവർ കർത്താവ് 4-ാം യാമത്തിലാണ് വന്നതെങ്കിലും അവരെ കടന്നു പോകാൻ ഭാവിച്ചു എന്നാണ് കിടക്കണത്. 6:48 മൈൻഡ് ചെയ്യണില്ല. അവരെ കടന്നു പോകാൻ ഈ വിശ്വാസ ജീവിതം, മക്കളെ, വിശ്വാസം, ഫെയ്ത്ത് ഈസ് എ ചാലഞ്ച്. വിശ്വാസം ഒരു വെല്ലുവിളിയാണ് ശരിക്കും. ദൈവത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളെയും പ്രകൃതി മാറ്റങ്ങളെയും അത് അക്സെപ്റ്റ് ചെയ്യാൻ വിശ്വാസിക്ക് കഴിയണം. ആ കഴിവ് വിശ്വാസി ആർജിക്കണ എങ്ങനെയാണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ? അത് ദൈവസ്നേഹത്തിൽ നിന്നാണ് ശരിക്കും കഴിവുണ്ടാക്കണത്. ഇപ്പം നമ്മൾ യോഹന്നാൻ 1:12 വായിക്കണില്ലേ? എന്താ വായിക്കണേ? അതായത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി, എബിലിറ്റി. എന്താണത്? ലവ്. ദൈവത്തെ സ്നേഹിക്കണത് ഒരു കഴിവാണ് ശരിക്കും. അങ്ങ് ആ കഴിവ് നമ്മൾ സ്നേഹിച്ചാണ് ആർജിക്കണത്. ആ കഴിവ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാണ് ആർജിക്കണത്. അപ്പോൾ ആർജിക്കുന്ന കാരണം ശരിക്കും നമുക്ക് ആ ദൈവസ്നേഹം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഒരു പരാതിയില്ല, അവഗണിച്ചാലും പ്രശ്നമില്ല. കർത്താവ് കടന്നു പോയാലും നമുക്ക് പ്രശ്നമില്ല. എന്താ? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു, സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. 1 കൊരിന്ത്യർ 13:7 നമ്മൾ വായിക്കത്തില്ലേ? സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. എന്താ? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ നമ്മൾ 2 കൊരിന്ത്യർ അല്ലേ, 13:7. 1 കൊരിന്ത്യർ 13:7 എന്താണ് നമ്മൾ അതായത് സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. അത് കാരണം കർത്താവ് അവഗണിച്ചാലും നമുക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ കർത്താവ് നമ്മൾ അവഗണിക്കും. കാര്യം ഇപ്പോഴ് എമ്മാവസ്ഥയ്ക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥ കണ്ടില്ലേ? അതും അവഗണിക്കുക. സന്ധ്യ വരെ അവിടെ കൂടെ നിൽക്കുക. സന്ധ്യ ആയപ്പോൾ കാലുവാറി. സന്ധ്യ വരെ അവിടെ കൂടെ ഉണ്ടായിരുന്നതാണേ. സന്ധ്യ ആയപ്പോൾ ഉണ്ട് ആൾ കടന്നു പോകാൻ ഭാവിച്ചു എന്നല്ലേ പറയണത്. 24:28 ലൂക്കായുടെ സുവിശേഷം 24:28 അവർ കടന്നു പോകാൻ ഭാവിച്ചു. അവിടെയും ഭാവിക്കലാണ് വരുന്നത് ശരിക്കും. അങ്ങനെ ഭാവിക്കുന്നത്, കടന്നു പോകാൻ ഭാവിക്കണത്, അവഗണിക്കണത് കർത്താവിൻ്റെ ഒരു ആധ്യാത്മിക പരിശീലനത്തിൻ്റെ ഭാഗമാണ്. എല്ലാം പരിശീലനമാണ്. ശിഷ്യത്വത്തിൻ്റെ പണിയാലയിലാണ് ഈ അപ്പോസ്തലന്മാർ 24 hours തൊട്ട പരിശീലനമാണ്. ഒരു റെസ്റ്റുമില്ലാത്ത ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ആദ്യം തിയറി പറയും, പിന്നെ പ്രാക്ടിക്കൽ വരും. എപ്പോഴും വേണമെങ്കിലും വരാം. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ എന്ന് പറയും 11:25. ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്ന് പറയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അത് പ്രസ്താവനയാണ്. ആ പ്രസ്താവന, ആ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേന് അത് എക്സ്പോസ് ചെയ്തിട്ട് അതിൻ്റെ വിഷ്വൽ കാണിക്കും. ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട്
എല്ലാം ഇങ്ങനെയാണ് കർത്താവ് ചെയ്യണത്. എല്ലാം ഇങ്ങനെ ചെയ്യണത്. എപ്പോഴും പരിശീലനത്തിലായിരിക്കും അപ്പോസ്തലന്മാർ. അതിലെ അവൻ രഹസ്യമായി ആയിരുന്നു, കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നെന്ന് പറയത്തില്ലേ. അപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിക്കണത് തുടരുകയാണ് ശരിക്കും. അപ്പോൾ ഈ പഠിക്കുന്നവർക്ക് എന്തിനാണ് നമ്മളെ പഠിപ്പിക്കണത്? എന്തിനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കണത്? എന്തിനാ? നമ്മൾ പരിഭ്രാന്തരാകും ചിലപ്പോഴേ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ, അങ്ങനെ ഒരു വചനമില്ലേ കർത്താവ്, അതായത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താണ് അനുകമ്പ തോന്നാൻ കാരണം? അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നെന്ന്. ഇടയനില്ലാത്ത ആടുകളുടെ പ്രശ്നം എന്താണ്? അവർ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. അതാണ് മർക്കോസിൻ്റെ, നമ്മൾ മത്തായിയുടെ സുവിശേഷമില്ലേ 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും. ഇപ്പം നമ്മൾ കണ്ട വചനമാണത്. അതായത് ജനക്കൂട്ടത്തെ, ഈ മത്തായിയുടെ സുവിശേഷം 9:36 അല്ലേ, എന്താണ്? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താ കാരണം? ആ ജനങ്ങളെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട ആടുകളെ പോലെ പരിഭ്രാന്തരായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. എപ്പോഴും വരെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. അപ്പോൾ പരിഭ്രാന്തി വരും. പിന്നെ എന്താണ് പരിഭ്രാന്തിയുടെ അവസാനം? എന്താ? നിസ്സഹായത. അപ്പോൾ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമാണത്, പരിഭ്രാന്തതയും നിസ്സഹായതയും. നമുക്കൊക്കെ വരും ഇടക്കിടക്ക്. അതുകൊണ്ട് എന്താ ചെയ്യണത്? നമ്മൾ മർക്കോസ് 6:34 വായിക്കുമ്പോൾ എന്താണ് കർത്താവ് ചെയ്തതെന്ന് മനസ്സിലാകും. ഈ പരിഭ്രാന്തത മാറ്റാൻ, അതുപോലെ തന്നെ ഈ നിസ്സഹായത മാറ്റാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? അവൻ പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. കണ്ട മർക്കോസിൻ്റെ സുവിശേഷം 6:34. അപ്പോൾ കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കണവരുണ്ട്, പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നവരുണ്ട്. എന്തിനാ? ജോലി കിട്ടാൻ. എന്തിനാണ്? ജീവിക്കാൻ, അല്ലേ? 10 പൈസ സാലറി കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷേ ബൈബിൾ പഠിക്കണേ എന്തിനാ? സാലറി കിട്ടാനില്ല. ബൈബിൾ പഠിക്കണേ എന്തിനാ? പരിഭ്രാന്തത മാറ്റാൻ, നിസ്സഹായത മാറ്റാൻ. അതാണ് പല കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു എന്ന് പറയണത്. അപ്പോൾ ബൈബിൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ 9:36 അനുസരിച്ചുകൊണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലെ 6:34 അനുസരിച്ചുകൊണ്ട് കർത്താവേ എൻ്റെ ആകുലതകളെ, പരിഭ്രാന്തത മാറ്റി, എൻ്റെ നിസ്സഹായത മാറ്റി, അത് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നൽകാനത് വചനമാണെങ്കിൽ ആ വചനം അതിനു വേണ്ടി പഠിക്കാനുള്ള ഉത്കർഷം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എൻ്റെ പേര് പൗലോസ്. ഞാൻ തിരുവനന്തപുരം രൂപത കണ്ണാന്തര ഇടവകയിൽ നിന്നാണ് വരുന്നത്.
ഞാൻ 2018 ഡിസംബർ 18-ാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. പ്രധാനമായും ഇപ്പോൾ ഈ മാസം 4-ാം തീയതി എൻ്റെ മകൾക്ക് 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു ഹൈ പ്രഷർ വന്നു, അത് ഫിക്സായി മാറി, ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടായി. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായി. എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു. അവിടെ എത്തിച്ചു. ഡോക്ടർമാർക്ക് രോഗത്തിനെ പറ്റി ഒരു പിടിയും കിട്ടാതെ എല്ലാവരും സങ്കടത്തിലായി. ഞാൻ പറഞ്ഞു, ആരും വിഷമിക്കേണ്ട, നമുക്ക് കൃപാസനം മാതാവുണ്ടല്ലോ, അമ്മ തന്നെ നോക്കിക്കൊള്ളൂ. എന്നിട്ട് മോളോട് ഞാൻ പറഞ്ഞു, നിനക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അറിയാമല്ലോ എന്ന് പറഞ്ഞു. മൂത്ത മോളോട് അറിയാമച്ചാ എന്ന് പറഞ്ഞു. മോള് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, ഒരു അരമണിക്കൂറിനകം എന്തെങ്കിലും മറുപടി ഡോക്ടർമാർ പറയും, തീർച്ച. അത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഒടുവിലൊരു 45 മിനിറ്റിന് ശേഷം ഞാൻ മോളെ വിളിച്ചപ്പോൾ മോള് പറഞ്ഞു, അച്ഛാ ഡോക്ടർമാർ എല്ലാവരും വന്നു, എല്ലാത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് വന്നു, അവരെ രോഗങ്ങൾ കണ്ടുപിടിച്ചു, മരുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇനി ഉടൻ തന്നെ മറുപടി 24 മണിക്കൂറിനകം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഉടൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എമർജൻസിയിൽ കയറി വന്നു. അവിടെ എൻ്റെ അടുത്ത് വെഞ്ചരിച്ച തൈലവും ഉപ്പും ഉണ്ടായിരുന്നു. ഞാൻ അത് കൊണ്ടുവന്ന് ഉടൻ ആരെയും കയറ്റിയില്ല, ICUയിലാണ് മകൾ കിടക്കുന്നത്. ഉടൻ തന്നെ ഡോക്ടർമാർ പറഞ്ഞു, സർജറി ചെയ്യണം, കുഞ്ഞിനെ പുറത്തെടുക്കണം, ക്രിട്ടിക്കൽ ടൈമാണ്. അങ്ങനെ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ കുഞ്ഞിന് ശ്വാസമില്ല, കരച്ചിലില്ല, ഒന്നുമില്ല. ശരീരം മൊത്തം ട്യൂബാണിട്ട് കാണിച്ചത്. അമ്മയ്ക്ക് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എന്നാൽ നീ എന്നെ അകത്ത് വിടത്തില്ലല്ലോ, നീ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി മോൾക്ക് തൈലവും വിശുദ്ധ നെറ്റിയിൽ തേച്ച് ഉപ്പും വെള്ളത്തിൽ കലക്കി കൊടുക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ വൈഫ് ചെയ്തു. ഇപ്പോൾ ഇന്നലെ വരെ മകൾക്ക് കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ലായിരുന്നു. മെനഞ്ഞാന്ന് ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ നടന്ന് എൻ്റെ അടുത്ത് വരികയാണ്, അമ്മ എനിക്ക് അച്ഛനെ കാണണം. അങ്ങനെ നടന്നു വന്ന് മോൾ പറഞ്ഞു, എനിക്കൊന്ന് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നുണ്ട്, സാക്ഷ്യം എഴുതി കൊടുക്കാൻ മാതാവ് സഹായിക്കുകയാണെങ്കിൽ സാക്ഷ്യം പറയാം, അതിനു മുമ്പ് ചിലപ്പോൾ മോൾക്ക് കുഞ്ഞിനെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ ഡോക്ടർ വന്ന് പറഞ്ഞു, കുഞ്ഞിനെ കാണാം, പോയി കുഞ്ഞിന് പാല് കൊടുക്കാൻ സാധിച്ചു. കരങ്ങളടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ അമ്മയും കുഞ്ഞും നല്ല സുഖം പ്രാപിച്ചു വരികയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇവിടെ ഒരു ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതെല്ലാം നമുക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈശോ അപ്പോസ്തലന്മാരെ ആശീർവദിച്ച് വിട്ടിട്ട് ഓരോ കുടുംബങ്ങളിലേക്കാണ് വിടുന്നത്. അതിനെന്നാ ഈശോ അവരോട് പറയണത്, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. അപ്പോഴേ അതിൻ്റെ അർത്ഥം ഇതാ മക്കളെ, നമ്മൾ സമാധാനം ഒരു വിഷയമാണല്ലേ. അമ്മായിയമ്മ മക്കളും തമ്മിൽ വഴക്കുള്ളവരുണ്ട്, മക്കളും തമ്മിൽ വഴക്കുള്ളവരുണ്ട്, അയൽവാസികൾ തമ്മിൽ വഴക്കുള്ളവരുണ്ട്, ജോലി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പാര വെക്കുന്നവർ, സൂചി വെക്കുന്നവരുണ്ട്, നമ്മളെ അല്പം ഒന്ന് വളർന്നു കഴിഞ്ഞാൽ അസൂയയോടെ നമ്മളെ കള്ളക്കേസ് കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പിശാസിൻ്റെയും പാമ്പിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ സമാധാനം ഉണ്ടാകും? അപ്പോൾ ഈ ലോകത്ത് പിശാസ് നിലനിൽക്കുന്ന കാരണം സമാധാനം മനുഷ്യൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിശാസിനെ വെന്നവൻ പറയണത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പോകണം, എന്നിട്ട് സമാധാനം ആശംസിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന വാക്കെന്താണെന്നറിയാവോ? അവർ സമാധാനം ആശംസിച്ച് തിരിച്ചു വരുമ്പോൾ ഈശോ ഒരു വാക്ക് പറയും, എന്താണ്? സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗ്ഗം നിബന്ധിക്കുന്നത് ഞാൻ കണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യം ഒരു കുടുംബത്തിൽ സമാധാനം കിട്ടാത്ത കാര്യം എന്താണ്? സാത്താൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഒന്നെങ്കിൽ കുശുമ്പായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അസൂയയായിട്ടുണ്ടാകും, അല്ലെങ്കിൽ പരദൂഷണമായിട്ടുണ്ടാകും. ഏതെങ്കിലും വിധത്തിൽ സാത്താൻ്റെ ഒരു അരൂപി അവിടെ ഉണ്ടാകും.
അപ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന് സമാധാനം ആശംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് സാത്താൻ്റെ ശക്തികളെ ശാസിച്ച് ബന്ധിക്കുക എന്നതിനർത്ഥം. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിലെ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്ന സാത്താൻ്റെ ശക്തികളെ ബന്ധിക്കാൻ പകരം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നത കർത്താവ് നീ കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്ത. കർത്താവേ, കർത്താവിന്റെ പൗരോഹിത്യത്തിന്റെ പരമാധികാരത്താൽ സഭയിലുള്ള അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ യേശു നാമത്തിലെ സമാധാനം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് സാത്താന്റെ ശക്തികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മുട്ടെന്നീക്കുക. നിങ്ങൾ ലോകത്തെ ഏത് ഭാഗത്തായാലും ഇപ്പോൾ മുട്ടെന്നീക്കണം. ആശീർവാദത്തിൻ്റെ സമയമാണ്. ശിരസ് നമിച്ച് കർത്താവ്, ഈ നിമിഷം നീ ഓസ്ട്രേലിയ ആയാലും നീ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിലായാലും ഈ നിമിഷം കർത്താവ് നീ ആശീർവദിക്കപ്പെടുന്ന സമയമാണ്. നിൻ്റെ സങ്കടങ്ങൾ, കണ്ണുനീര് കർത്താവിനെ ഏൽപ്പിക്കുക. ഇപ്പോഴേ കർത്താവ് ഈ ആശീർവാദം കഴിയുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കൃപാസന അമ്മയുടെ അടുത്തു നിന്നാണ്, മധ്യസ്ഥതയിൽ നിന്നാണ് ഈ ആശീർവാദം എനിക്ക് ലഭിക്കണമെന്ന് നീ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ശിരസ് നമിച്ച് നിൻ്റെ സങ്കടങ്ങൾ ഓർത്ത്, അച്ഛൻ ഏതെങ്കിലും വിഷയം നിൻ്റെ വിട്ടുപോയിട്ട് ദൈവവേദന വിഷമിക്കരുത്. നീ അതിപ്പോൾ ഈശോനെ ഏൽപ്പിക്കുക. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കുക സന്തോഷത്തോടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ,